ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 ഈദ് റിലീസായി തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആട് 3. ചിത്രം വിജയകരമായ ആദ്യ 3 ദിവസം പിന്നിട്ട് 4-ാം ദിവസമായ ആദ്യ ഞായറാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ 3 ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 4-ാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ്, അതായത് പ്രീസെയിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ആദ്യ ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഈ സിനിമ 3,41 ലക്ഷം രൂപയായിരുന്നു പ്രീസെയിലായി നേടിയതെങ്കിൽ 2-ാം ദിവസമായ വെള്ളിയാഴ്ച 3,08 ലക്ഷം രൂപയും 3-ാം ദിവസം എന്ന ശനിയാഴ്ച 3,38 ലക്ഷവുമായിരുന്നെങ്കിൽ 4-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച 3,61 ലക്ഷം രൂപയാണ് പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളെ അപേക്ഷിച്ച് 4-ാം ദിവസം എന്ന ഞായറാഴ്ച കളക്ഷൻ കൂടാനുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ 3-ാം ദിവസം എന്ന ശനിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ 7,20 ലക്ഷം രൂപയാണ് ഇവിടെ കളക്ട് ചെയ്തത്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 20,10 ലക്ഷം രൂപയാണ് ആട് 3 സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ആദ്യ 3 ദിവസത്തെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 64 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 3 ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് ഉച്ചയോടെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാർച്ച് 19 തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധാർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 3-ാം ദിവസമായ ശനിയാഴ്ച ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 2 കോടി രൂപയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് 7,12 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടകയിൽ 41 കോടി, തെലങ്കാനയിൽ 20,83 ലക്ഷം, ആന്ധ്രയിൽ 7,66, തമിഴ്നാട്ടിൽ 11,60 എന്നിങ്ങനെ 88,23 ലക്ഷം രൂപയാണ് തെക്കേ ഇന്ത്യയിൽ നിന്ന് 3 ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയത്. പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാക്കിനിക് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 404,54 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 501,04 ലക്ഷം രൂപയുമാണ്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് അഭിനയിച്ച് മാർച്ച് 19 ഈദ് റിലീസായി തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് യൂത്ത്. അനിഷ്മ, അനിൽകുമാർ, ദേവദർശിനി, സുരാജ് വെഞ്ഞാറമൂട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 11 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് കേരളത്തിൽ 24 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനായി 13,05, കർണാടകയിൽ നിന്ന് 1,12, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 3,20 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 10 ലക്ഷം എന്നിങ്ങനെ 14,54 ലക്ഷം രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 3 ദിവസം കൊണ്ട് 3,65 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 18,19 ലക്ഷം രൂപയാണ് യൂത്ത് എന്ന തമിഴ് സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. 7 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ തമിഴ്നാട് ഷെയറായി മാത്രം 6,42 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഷെയറായി നേടിയെടുത്തത് 8,85 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ യൂത്ത് എന്ന സിനിമ ഹിറ്റ് പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് മാർച്ച് 20 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഭീഷ്മർ. ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച 17 ലക്ഷം രൂപയും 2-ാം ദിവസം എന്ന ശനിയാഴ്ച 14 ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ 2 ദിവസം കൊണ്ട് 31 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,30,000 രൂപയാണ് 2 ദിവസം കൊണ്ട് നേടിയത്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 32,30,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.